നമ്മുടെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് വള്ളംകളി. അതിൻ്റെ ഒരു ഭാഗമാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത്. എന്തായാലും നമ്മളെല്ലാവരും വലിയ ആകാംക്ഷയോടെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി കാണാതിരുന്നത്. എന്തായാലും അതിൻ്റെ ചൂടും എല്ലാം തന്നെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ അവസാനം വലിയ പ്രശ്നമായി, ആകെ നാണക്കേടായിപ്പോയി എന്ന് തന്നെ പറയണം. നമുക്കറിയാം ഈ ഒരു നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് കാണാൻ വരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തു നിന്ന് വരുന്നുണ്ട്, ഇന്ത്യക്ക് പുറത്തു നിന്ന് വരെ ഈ ഒരു നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ വരുന്നുണ്ട്. സോ അങ്ങനെ ഇരിക്കും നമ്മളിതൊരു പ്രൊഫഷണൽ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നടത്തുന്നതാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്നത്തെ മത്സരത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ആ ഒരു വള്ളംകളി കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്കൊരിക്കലും ആ ഒരു വിജയം പ്രവചിക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ക്രിക്കറ്റിൻ്റെ DRS ഒക്കെ കൊണ്ടുവന്നാൽ മാത്രമേ ഒരു വിജയം പ്രവചിക്കാൻ സാധിക്കുമെന്നാലും കുറച്ച് ഒരു ഡിസിഷൻ വന്നു 0.5 സെക്കൻഡിൽ കാരിച്ചാൽ ആ ഒരു മത്സരം വിജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് വിയ്യാപുരം ചിണ്ടൻ്റെ ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തിയത്. സത്യം പറഞ്ഞാൽ ആകെ നാണക്കേടായി പോയെന്നറിയാം. അതായത് നമ്മൾ ഓണത്തിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി നടത്തുന്ന ഒരു വള്ളംകളിയാണ്. നമുക്കറിയാം അവർ വളരെ നാൾ പ്രാക്ടീസ് ചെയ്ത് നടത്തുന്ന ഒരു സംഭവമാണ്. ബട്ട് ആർക്കും അതായത് വലിയ വലിയ സംവിധാനങ്ങളൊന്നുമില്ല അളന്ന് കുറിച്ച് ഇയാൾ വിജയി എന്ന് പറയാം. നമുക്കത് കണ്ടാൽ തന്നെ അറിയാം ഒരു ഫോട്ടോ ഫിനിഷ് ആര് വിജയിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും ഉറപ്പായിട്ടും ആളുകളെല്ലാം എന്താ പറയുക ഒരു ഡിസിഷൻ എടുത്തത് കുറേ അധികം തീരുമാനിച്ച് തന്നെയായിരിക്കും. സോ അങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് എന്താ പറയുക കാരിച്ചാൽ വിജയിച്ചെന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ബട്ട് ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അത് വളരെയധികം നാണക്കേടായിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം കുറേ പേര് കാണാനുണ്ടായിരുന്നു. ഇങ്ങനെ അടിയൊക്കെ ആവുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. എന്തായാലും ഈ ഒരു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ നിറം കെടുത്തുന്നൊരു സംഭവമായിപ്പോയി എന്ന് തന്നെ പറയണം. എന്തായാലും വള്ളംകളിയെല്ലാം കൊണ്ടായിരുന്നു, മത്സരങ്ങളെല്ലാം ഭയങ്കര കഠിനമായിരുന്നു. ബട്ട് അവസാനമുള്ള ഒരു വഴക്ക് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ എന്താ പറയുക ഇത് കെടുത്തി എന്ന് തന്നെ പറയണം. സോ എന്തായാലും അടുത്ത പ്രാവശ്യമെങ്കിലും കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കട്ടെ. ഫെയർ പ്ലേ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ എവരി ഗെയിം. സോ എന്തായാലും കുറച്ചുകൂടെ മാന്യമായ രീതിയിൽ റിസൾട്ടിനെ എന്താ പറയുക നമ്മൾ അംഗീകരിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. സോ അടുത്ത വീഡിയോ കാണുന്നവർ ഗുഡ് ബൈ.